കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ദിയ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ട് ഈ അശ്വിൻ്റെ അമ്മയെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് കേട്ടതിന് ശേഷം ഈ ആൾക്കാർ ഭയങ്കരമായിട്ടുണ്ട് ഈ ദിയയ്ക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ വഴിയെ പോകുന്നവരെ ഒന്നും തനിക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല, തനിക്ക് സ്വന്തമായിട്ടൊരു അമ്മയുണ്ട്, ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഇല്ലെങ്കിൽ പോയി ബാക്കിയുള്ളവരെ അമ്മയെന്നൊക്കെ വിളിച്ചോ എന്നുള്ള രീതിയിലായിരുന്നു അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ട് ഈ ആൾക്കാർ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ആദ്യമേ ദിയ ഒരു വീഡിയോ ഇട്ടത് തനിക്കുണ്ടെങ്കിൽ ഇതിനെ പ്രശ്നമൊന്നുമില്ല, ആൾക്കാർ എന്ത് വേണമെങ്കിലും പറയട്ടെ എന്നുള്ള രീതിയിലായിരുന്നു. അവസാനം ഉണ്ടെങ്കിൽ ദിയ പിന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ സോറി ചോദിച്ചിട്ടുണ്ടായിരുന്നു, തനിക്ക് ആ സമയത്ത് പറ്റിപ്പോയതാണ്, അറിയാതെ സംസാരിച്ചതെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് പേർളി മാണിയുടെ ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിനകത്തുണ്ടെങ്കിൽ പേർളിയുടെ അമ്മായിയമ്മയ്ക്ക് ഉണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നുള്ള രീതിയിലായിരുന്നു ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പേർളി ഉണ്ടെങ്കിൽ തൻ്റെ അമ്മായിയമ്മ അമ്മയെന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇപ്പോൾ അമ്മയെന്ന് വിളിക്കണമെന്നൊന്നുമില്ല, അതൊക്കെ അവരവരുടെ ഇഷ്ടം തന്നെയാണ്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ദിയ ഉണ്ടെങ്കിൽ ഇതേ സ്വന്തം അമ്മായിയമ്മ ഉണ്ടെങ്കിൽ വരിയെ പോകുന്നവരുമായിട്ടൊക്കെ കമ്പയർ ചെയ്തായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ സ്ഥാനത്തുണ്ടെങ്കിൽ പേളി ഉണ്ടെങ്കിൽ സ്വന്തം അമ്മയെ പോലെ തന്നെ കണ്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് വെളി വന്നതിന് ശേഷം കൊണ്ട് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ്, ദിയ ഉണ്ടെങ്കിൽ പേളിയെ കണ്ടുപഠിക്കണം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അതല്ലാതെ വായിക്ക് വരുന്ന പോലെ എന്തും പറയാമെന്നുള്ള രീതിയിൽ സംസാരിക്കാൻ പാടില്ല, അങ്ങനെ സംസാരിച്ചതിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ വരുമെന്നാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.